കോഴിക്കോട് ബേപ്പൂരിൽ കഴുത്തറുത്ത നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. ഹാർബറിന് സമീപത്തെ ലോഡ്ജിലാണ് കൊല്ലം സ്വദേശി സോളമന്റെ മൃതദേഹം കണ്ടെത്തിയത്. 4 പേരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അനീഷ് എന്നയാളുടെ പേരിലെടുത്ത റൂമിലായിരുന്നു മൃതദേഹം. റൂമിന്റെ താക്കോൽ മറ്റു ചിലരെ ഏൽപ്പിച്ച ശേഷം അനീഷ് 2 ദിവസം മുൻപ് ഇവിടെ നിന്ന് പോയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാലത്ത് വന്നപ്പോൾ 7 മണിക്ക് റൂം തുറന്നു. അവിടെ പുറത്ത് കുറേ രക്തക്കറ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാൻ തുപ്പിടുന്ന വരേണ്ടി ഇവർക്ക്. അതാണെന്ന് വെച്ച് ഞാൻ ആദ്യം തുണിയൊന്ന് തുടച്ചു നോക്കി. പിന്നെ നോക്കുമ്പോൾ അപ്പുറമൊക്കെ രക്തം കാണുന്നു. മാത്രമല്ല അവർ പൂട്ടിയിട്ടില്ല. പൂട്ട് അതിൽ വെച്ചിരിക്കുകയാണ്. രാവിലെ പോകുന്നു പറഞ്ഞാൽ വരും. രാത്രി നാട്ടിൽ പോകും. ഒരാളിവിടെ ഉണ്ടാവും. കാലത്ത് അയാൾ ചാവി തരും എന്ന് എന്നോട് പറഞ്ഞത്. അതിന് റൂം എടുത്ത ആൾ അനീഷ് എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ കാലത്ത് ഞാൻ വന്നപ്പോൾ ഈ പൊട്ടിച്ചിട്ടില്ല. പൂട്ട് ലോക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബോഡിയാണ് കാണുന്നത്. അല്ല, ഇവർ 4 പേരുള്ള റൂമാണ് ഉള്ളത്. പിന്നെ അവർ വേറെ ലോഡ്ജിൽ നിന്ന് ആളിവിടെ വന്നതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അവർ ഇവിടെ രാത്രി പോകുമെന്ന് പറഞ്ഞതാണ്. രാവിലെ ഒരാളുണ്ടാവുമെന്ന് പറയും. ആ ആളാണ് മിസ്സിങ് ഇപ്പോൾ. ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, ഈ കൊല്ലത്തെ ലോഡ്ജിൽ ഈ ലോഡ്ജിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ആൾ കൊല്ലം സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റെന്തെല്ലാം വിവരങ്ങളാണ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? നമുക്ക് എന്തൊക്കെ വിവരങ്ങളുണ്ട്? ഗോപി, കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്നതിൽ വ്യക്തതയില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഈ ലോഡ്ജ് മുറിയിൽ വെച്ച് മദ്യപാനം നടന്നിരുന്നു. അതിനിടയിലുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമാണോ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നതാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ലോഡ്ജ് ഉടമ ഈ സോളമനെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തുന്നത്. അയാൾ ഈ റൂമിലേക്ക് എത്തിയപ്പോൾ, സോളമൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്ന മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെ രക്തം കണ്ടു. തുടർന്ന് മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ നിലത്ത് കിടന്ന സോളമൻ്റെ മൃതദേഹം കാണുന്നത്. തുടർന്ന് അയാൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ റൂം ഇവിടെ എടുത്തിട്ടുള്ളത് അനീഷ് എന്നയാളുടെ പേരിലാണ്. ഈ അനീഷ് കഴിഞ്ഞ 2 ദിവസം മുൻപ് വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് താക്കോൽ തൻ്റെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി ഈ സുഹൃത്തുക്കൾ സോളമനെയും കൂട്ടി ഈ ലോഡ്ജ് മുറിയിൽ എത്തുന്നു. അവിടെ ചില മദ്യപാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണോ ഈ കൊലപാതകം നടന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇതിന് പിന്നാലെ ഈ ഒപ്പമുണ്ടായിരുന്നവരെ കാണാതായിട്ടുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ സോളമൻ കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്തു വരുന്നയാളാണ്. ഏതായാലും നിലവിലിപ്പോൾ ബേപ്പൂർ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.